ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുന്തറിലാണ്. ഹുന്തറിൽ നമ്മൾ ഇന്നലെ ഇവിടെ കാണുന്ന ഒരു ഇതിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറായ തുർക്കിത്ത് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് വില്ലേജ്, അവിടെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ. ആരൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞാനും നമ്മുടെ V4 വന്ന പുള്ളിക്കാരനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ RC വന്ന പുള്ളിക്കാരൻ വന്നിട്ട് വണ്ടിയിൽ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുടെ പിന്നെ എന്തോ ഒരു കുറച്ച് ബഡ്ജറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണം ആൾ തിരിച്ച് ലേക്ക് പോയാണ്. ലേക്ക് പോയിട്ട് നമ്മൾ ഉംലിംഗ പാസ് പോയിട്ട് ഉംലിംഗ പാസിൽ നിന്ന് റിട്ടേൺ തിരിച്ച് ലേയിൽ വന്നിട്ട് നമ്മൾ ഉംലിംഗ പാസിൽ നിന്ന് നേരെ മണാലി പോവുകയാണ്. അപ്പോൾ അവിടെ മണാലി പോകുമ്പോൾ പുള്ളിക്കാരൻ മണാലിയിൽ ഒന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും മണാലിയിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അവിടെ ഫുള്ളായിട്ട് അങ്ങനെ കാണാനുള്ള പ്ലാൻ. അപ്പോൾ ആളെന്തായാലും റിട്ടേൺ തിരിച്ച് പോകണം, എന്തായാലും സേഫായിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾ തിരിച്ച് പോകും. അപ്പോൾ ഇപ്പം നമ്മൾ പോകണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും V4 എക്സ്പ്രസ് രാജി നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പം നമ്മൾ എങ്ങോട്ട് നേരെ തുർക്കിത്ത് അല്ലേ, തുർക്കിത്ത് ലാസ്റ്റ് വില്ലേജ് ആ സ്ഥലത്തോട്ട് പോകണമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ബാക്കി എന്തായാലും ഞാൻ മോട്ടോ വ്ളോഗിൽ പറയാം ബാക്കി. അപ്പോൾ അത് വീഡിയോ കാര്യങ്ങൾ ഇന്ന് കാണാൻ പോകണമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോക്കെത്തും നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയാണ് സബ്സ്ക്രൈബ് ബെല്ലൊക്കെ അടിച്ചൊക്കെ പോകുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ പറക്കാം. കേട്ടോ, പുള്ളിക്കാരൻ തനിയായിട്ട് പോയാണ്. എന്തായാലും സേഫായിട്ട് പോട്ടോ. ഇവനെ പത്രമാ സേഫാണ് കൂട്ടിയിട്ട് പോകാം. അങ്ങനെ പുള്ളിക്കാരൻ്റെ വന്നിട്ട് ടയറൊക്കെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ടയറുണ്ട് ഈ ഒരു അളവ് തെറ്റി അത് പോയിട്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല അടി വാങ്ങിച്ചു. ഞാൻ വണ്ടി ഇടയ്ക്ക് ഓടിച്ചൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വ്ളോഗും കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എന്ന് ഡെയിലി മിസ്സായിക്കൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻ. കാരണം ഫോൺ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പിടിച്ച് ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യണം. എൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകും. അതാണ് സംഭവം. கண்டிப்பா கண்டிப்பா லே ரீச் ஆயிட்டுனா கால் பண்றேன். நீ நெக்ஸ்ட் ஸ்டெப் எங்க போறீங்க? லாஸ்ட் வில்லேஜ். அவ போயிட்டு ரீச் ஆயிட்டு போன் அடி, இல்லனா மெசேஜ் ஆல் பண்ணிடுறா. ப்ரோ பாத்துக்க ப்ரோ. கண்டிப்பா வேகமா போடா விட்டு. நீ முன்னாடி போ, நான் பின்னாடி வரேன். പാര റെക്കോർഡാവുതാ ഗൈസ്? ഇത്ര നേരം സംഭവം വന്നിട്ട് ഇതാ ഈ ഒരു സാധനമില്ലേ, ഇതാ ഈ ഒരു സാധനം ഞാൻ കൊടുക്കാതെയാണ് സംസാരിച്ചുകൊണ്ട് വന്നത്. കണ്ടാ മണ്ടത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തനമാണ്. ഇപ്പോഴും ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ബ്രോയാണ് കാണിച്ചത് ഇതുപോലെ അത് കൊടുത്തിട്ടില്ല എന്ന്. അയ്യോ എന്ത് നല്ല നല്ല വീഡിയോസ് എടുത്തോണ്ടോന്നറിയാം, മൊത്തം പോയി. വണ്ടിയും കാര്യങ്ങളും അവിടെ ഇരിപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. എന്താ പ്യൂർ വാട്ടർ നോക്കി, ഭയങ്കര തണുപ്പ് വെള്ളം, ഭയങ്കര എന്ന് പറഞ്ഞാൽ ചില്ലെന്നിരിക്കുന്നു, ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ് വെള്ളം. ഓ എന്തായാലും ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഓക്കെ കാണാം. അയ്യോ വീഡിയോ പോയേ. എന്തായാലും ബാക്കി നമുക്ക് അങ്ങോട്ടുള്ളത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നേരെ നമ്മൾ തുർക്കിത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകണം. സംഭവം ഇങ്ങോട്ട് റേഞ്ച് കട്ടായി. ഇനി എങ്ങനെ മാപ്പ് ഞാൻ അത് അറിയാതെ പുള്ളിക്കാരെ മാപ്പും ക്ലോസ് ചെയ്ത്. ഇനി എങ്ങനെ പോകണമെന്ന് ഒരു പിടുത്തമല്ല. കാണാം നമുക്ക്. ഇനി ആരുടെയെങ്കിലും കേട്ട്, ഹിന്ദി അറിയാമെന്നുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും കേട്ട് തന്നെ പോകണം, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, ഇത് റൈഡിങ് കേസൊക്കെ ഇട്ടുണ്ട്, നടക്കാനും ഇരിക്കാനൊക്കെയാണ് പാട്. ഫുള്ളി ഓഫ് റോഡ്. ഇനിയും ഇത് ഇളകി പോകാതിരുന്നാൽ മതി. അത് നേരത്തെ എങ്ങനെ ഇളകി എന്നൊരു പിടുത്തമല്ല ഗൈസ്. കഴുത പറഞ്ഞണ്ട, കഴുത അതാണോ കഴുത അറിയത്തില്ല. എന്ത് ഫാസ്റ്റിൽ വെള്ളം പോകണം നോക്കിയേ. നോക്ക്, നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളം. പോണ റൂട്ടൊക്കെ വേറെ ലെവല്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നിന്ന് ആ തോട്ടിൽ നിന്ന് ഒഴുകുന്ന നല്ല തണുത്ത വെള്ളം കേട്ടോ. വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഇപ്പം അതാ ചമയ്ക്കുന്നു. എന്ത് വടിയെന്ന് പറഞ്ഞു ഇവിടെ. മുമ്പ് വെള്ളം കടലിൽ തിരയടിക്കുമ്പോഴാണ് മേടിക്കുന്നത് കണ്ടാ. ഓ ഇങ്ങനെയുണ്ടോ ഇവിടെ എല്ലാം ഈ സൈഡൊക്കെ ഇങ്ങനെ ഇടിയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറയെ വരുമ്പോഴത്തേക്ക് മൊത്തം അങ്ങ് എടുത്തോണ്ട് പോകും. നല്ല ഫാസ്റ്റിലാണ് വെള്ളം വരണണ്ടാ. എന്തോരം ഫാസ്റ്റ് വെള്ളം വരണം നോക്കിയേ. അതുമായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ അങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നു, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഗംഭീര മല, രക്ഷയില്ല.
ഗൈസ് വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പക്ഷേ നമ്മുടെ ദ്രാസിൽ തണുപ്പൊന്നുമില്ല. ദ്രാസ് സൈഡ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിലാണോ അതോ വേൾഡിലാണോ എന്നറിയത്തില്ല, എവിടെ ഒരിടത്തെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പിൽ 2ാം സ്ഥാനം ദ്രാസാണ്. കാരണം -60 ഒരു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, -60 വരെ. അപ്പോൾ എന്തോ ഒരു ഇതായിരിക്കില്ലേ, ഏറ്റവും കൂടുതൽ ലേയിൽ പോലും അത്രയും തണുപ്പ് കാണത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദ്രാസിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഉള്ളതെന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഓക്കെ, ഗൈസ് തടിപ്പാലം. വാവ്, തടിപ്പാലം. വേറെ ലെവൽ. ഹായ് ബ്രോ. ഓക്കെ 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 ഓക്കെ. എന്താ ഊര് നീங்க? தமிழ்நாடு. அதான் எந்த ஊர்ல? திருச்சியா? சூப்பர் சூப்பர். நான் கேரளா மார்த்தாண்டம் பாரசாலை சைடு. ஆமாம். இங்கே ஸ்டே பண்ணுறத விட இங்கேருந்து பேங்காங்கில் இங்கேருந்து திருச்சி நம்ம பேங்காங் போனாலும் உண்மையில போனாலும் ரொம்ப கிலோமீட்டர் கூட. அதனால் நான் போயிட்டு சுற்றி பார்த்துட்டு திருச்சி வந்து இதில் ஸ்டே பண்ணுவேன், அண்டரில் ஸ்டே பண்ணுவேன். அண்டரில் ஸ்டே യേശൂർ വന്നിട്ട് തമിഴ്നാട് റൈഡറാണ്. വണ്ടി ഇവിടെ വന്ന് ലേയിൽ വന്ന് റെൻറ്റ് വണ്ടി എടുത്തിട്ട് ഓടുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വന്ന് നമ്മളെ ബന്ധങ്ങളൊക്കെ കൂടിക്കൂടി വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ബന്ധങ്ങളൊക്കെ കൂടി. ഇപ്പം നമ്മൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പിന്നെ അത് 2ആയി. 2 പേരിൽ നിന്ന് മരുഭൂമിയാ. ഓ മരുഭൂമി. അങ്ങനെ നമ്മളവിടെ വന്ന വഴിയിൽ രണ്ടുപേരൂടെ ജോയിൻ ചെയ്തു. ഒരാൾ വേറെ ഏതോ ഒരു സ്ഥലം പറഞ്ഞെനിക്ക് നേരെ കേട്ടില്ല, ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ട്. ഒരാൾ വന്നിട്ട് നമ്മുടെ ഇത് തമിഴ്നാടാണ് കേട്ടോ, തിരുച്ചി. കാരണം നമ്മളെ ഈ വണ്ടി പിന്നെ ഓർമ്മയുണ്ട, ഈ വണ്ടി ഓയിൽ ലീക്കായ ഫസ്റ്റ് സ്ഥലം തിരുച്ചി. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ ഒക്കെ നോക്കിയിനി എൻ്റെ മോനെ വേറെ ലെവല്. മരുഭൂമിയിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിൻഡ് ബ്ലാസ്റ്റ് അടിക്കുന്നുണ്ട്. ഞാൻ പറയണ ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നൊന്നും പ്രതീക്ഷയുണ്ട്. നല്ല വിൻഡ് ബ്ലാസ്റ്റ് അടിക്കാണ് കേട്ടോ. വണ്ടിയെ തന്നെ അടിച്ചൊരു സൈഡിലോട്ട് കൊണ്ടുപോവാണ്. ഇടേ സൈഡ് ഇടേ സൈഡ് തോട്. ഇതൊരു ഗ്രാമമാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏത് ഗ്രാമത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടോ, നമുക്ക് ലാസ്റ്റ് വില്ലേജ് എത്തിയിട്ടൊന്നുമില്ല, ഇനിയുണ്ട് പോവാൻ. ഇത് വന്നിട്ട് ഏതൊരു ഗ്രാമമാണ് വരുന്ന വഴിയിലുള്ളത് കേട്ടോ. സൂപ്പർ അടിപൊളി, നല്ല പച്ചപ്പും നല്ല തണുപ്പും. അവിടെ അങ്ങോട്ട് നോക്കിയാൽ ഒരു ചെറിയ വാട്ടർഫാൾസ്, ഇങ്ങോട്ട് നോക്കിയാൽ ചെറിയ വാട്ടർഫാൾസ്. ആ ഒരു രീതിയിൽ 360 கலண்டு கையில் வந்துருச்சு. தெரியல. வீடியோ லோடாயிட்டு தான் இருக்கும். ഞാൻ ശ്രദ്ധിച്ചു, ചുമ്മാ ഞാൻ കറക്കി എടുത്താണ് കേട്ടോ. നമുക്ക് പോകലാം.
അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് നമ്മുടെ 360യുടെ സ്റ്റിക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന കേട്ടോ. എനിക്ക് ഡൗട്ട് വന്നു. ഞാൻ പിടിച്ച് നോക്കിയാൽ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് മൊത്തം ലൂസായി അത് ഇളകി കയ്യിൽ വന്ന്. എന്തോ നല്ല കാര്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് രക്ഷപ്പെട്ടില്ലെന്നാണെങ്കിൽ സ്റ്റിക്കും താഴെ പോയി ക്യാമറയും താഴെ പോയായിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് ലെൻസെല്ലാം കഥ മുകയാവുമായിരുന്നു. എന്തോ നല്ല കാര്യം കൊണ്ട് കിട്ടി കയ്യിൽ. അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് സ്റ്റിക്കിനെ വേനകത്തിട്ടിട്ട് സ്റ്റിക്ക് എടുത്ത് ടോബോക്സിനകത്തിട്ടിട്ട് 360 എടുത്ത് ഇവിടെ വെച്ച്. ഇല്ലെന്നാണെങ്കിൽ ഇന്ന് ക്യാമറ കഥ മോക തന്നെ. എന്തായാലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ആയാലും നമുക്ക് വീഡിയോ ഫുട്ടേജൊക്കെ കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം സ്വാഭാവികം. ഓരോ റൈഡിൽ നടക്കുന്ന കേസ് തന്നെയാണ്. ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം. തിരിച്ച് നമ്മൾ റൈഡ് കഴിഞ്ഞ് വീട്ടിലായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയതിൽ ഒരു സാധനമെങ്കിലും മിസ്സാവാണ്ടിരിക്കത്തില്ല, ഉറപ്പാണ്. വേറെ ലെവൽ റൂട്ട്. ഈ റൈഡേഴ്സുമാരെ കാണുമ്പോൾ ഒരു തപ്പ കാട്ടുമ്പോൾ കാണിക്കുമ്പോഴുള്ള ഒരു ഫീലില്ലേ? என்னாச்சு? கட்டாயிச்சா? எப்படி காட்டுது? வந்து போ. ഇങ്ങോട്ടൊക്കെ റോഡുണ്ട്. ഇങ്ങോട്ടൊക്കെ റോഡുണ്ട്, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് മാപ്പ് കെട്ടാം കേട്ടോ. കാരണം പുള്ളിക്കാരനാണ് മാപ്പ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് കെട്ടാവും. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ റേഞ്ച് ഒട്ടുമില്ല. കണ്ടില്ലേ ഇവിടെ ഈ ഈ മരുഭൂമിക്കകത്ത് എവിടെ റേഞ്ച് കിട്ടാൻ? അപ്പോൾ റേഞ്ച് കെട്ടാവും ഇടയ്ക്കിടയ്ക്ക്. റേഞ്ച് കെട്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കേണ്ട ആ കാര്യം പറഞ്ഞത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളങ്ങനെ വെക്കൊണ്ടിരിക്കും. മരുഭൂമിയാണ് ഗൈസ്, മരുഭൂമി. സത്യം പറഞ്ഞ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലഡാക്ക്. ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് നോക്കിയാണ്. എന്താല്ലേ, വേറെ ലെവൽ നൈസല്ലേ റൂട്ടൊക്കെ. നോക്കിയാണ് തലേനെ മുകളിൽ മൊത്തം പാറയാണ് കേട്ടാ. ഒന്ന് പൊട്ടി വീഴുന്നാൽ മതി ചാവാൻ. ഒന്ന് പൊട്ടി വീഴുന്നാൽ മതി, അതോടെ കഥ പോകുക. இந்த வண்டியில கொண்டு போகணுமா அவங்கள? अरे यार हम आपको गाइड संग पूरा गाइड करेंगे हम आपको हर जगह घुमा देंगे. ऑलरेडी फुल लोड है भैया. कुछ नहीं भाई, एक यहां पर एक यहां पर इंजन ना जो कुछ को ओ ₹100 ठीक है भैया. എന്തായാലും പ്യൂർ കിടിലം വാട്ടർ നോക്കിയോ. ഇല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ വണ്ടി നിർത്തി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് തീർന്നിട്ട് നിർത്തിയപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് 3 പയ്യൻ വരും. ഒരു പയ്യൻ വന്നിട്ട് എവിടെ നിന്ന് പറഞ്ഞെന്നൊക്കെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അവൻ പറഞ്ഞ് അവരെ 3 പേരെയും കൂടി വണ്ടി കൊണ്ടുപോകും. ആൾറെഡി ഇവിടെ നമുക്ക് ഇരുന്ന് പോകാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, അതിൽ കൂടി ഇനി അവരെ 3 പേരെയും കൂടെ കൊണ്ടുപോകണമെന്ന്. അവന്മാരപ്പുറത്ത് അടുത്തെവിടെ കാണണം, അടുത്ത ജംഗ്ഷനിൽ ഇറക്കി വിടണം. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ഇന്ത്യൻ പാകിസ്ഥാൻ്റെ ബോർഡറിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം. അതിനിടയിൽ അവന്മാർക്ക് ഏതോ ഒരു സ്ഥലത്ത് ഇറക്കി വിടണം. 2 പേര് ഇതിലിരിക്കാന്ന്, ഒരാൾ അതിലിരിക്കാന്ന്. എന്തായാലും അപ്പോൾ നമുക്ക് നേരെ പോകാൻ വയ്യ. പിന്നെയാണ് ഇനി ഗൈസ് അങ്ങനെ നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ടു എന്നാ തോന്നുന്നേ. പാകിസ്ഥാൻ ബോർഡർ എത്തിയെന്നാ തോന്നണേ. தெரியலையே, இதான் நினைக்கிறேன். அந்த தமிழ்நாடு அண்ணா அங்கே நிற்காங்க. இருப்பாங்க, கொஞ்சம் டேஞ்சரஸா இருக்கு. ஆமா ஓ அப்படியா? அந்த சின்ன பசங்க ஓகே ஓகே
ஆமாம் வண்டி இங்கே விட்டுடு, ஃபோனு கேமரா அதெல்லாம் எடு. ഇവർ വന്നിട്ട് തമിഴ്നാട് റൈഡേഴ്സാണ് കേട്ടോ. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലൊന്നും വെച്ചിട്ട് പോകരുത്. ഇവിടെ നിൽക്കില്ലേ കൊച്ച് നല്ലവരായ ഉണ്ണികൾ, ഇവരെല്ലാം എടുത്തോണ്ട് പോവും, ഒന്നും വണ്ടിയിൽ വെച്ചിട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. എന്തല്ലേ വണ്ടി വിട്ടിട്ട് പാത്തിട്ട് വരാൻ വേണ്ടിയതാ. ഇത് ആ 360 കഴട്ടത്താൻ പോറേ. ഫൈനലി ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വണ്ടിയും കാര്യങ്ങളും എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടിയും കാര്യങ്ങളും എന്താ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ ഒന്നും വെച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കാരണം എല്ലാം കയ്യിലെടുത്തിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ചെറിയ പയ്യൻ വരിക്കുന്നുണ്ട്, ഭയങ്കര ഡേഞ്ചറാണ്. അത് കാരണം ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ പോയിട്ടോ. ഇപ്പം ഇന്ത്യൻ പാകിസ്ഥാൻ്റെ ബോർഡർ ഇല്ല, ഞാനും തൊട്ടുപെടാതെ വേണ്ട ഫുള്ളായിട്ട് വന്നിട്ട് ഷോപ്പും കാര്യങ്ങളും. ഇത് വന്നിട്ട് ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡർ ഇവിടെയാണ് കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡർ. ആരെങ്കിലും പിടിച്ച് വെള്ളയിടുമെന്ന് പോലും അറിഞ്ഞുകൂടാ, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയില്ലേ എന്താ അല്ലേ, ഇതാണ് അതാ ബോർഡർ. ഇതാണ് കണ്ടാ, ഇതൊന്ന് താഴോട്ട് പോകാൻ പറ്റും. അവിടെ താഴെ പിന്നെ ഇത് ചെറിയ ചെറിയ ബിൽഡിംഗ് പോലെ കാണുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അവിടെ നിന്ന് താഴോട്ടായിരിക്കും ബോർഡർ വരുന്ന ആളാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് താഴെ, അതിൻ്റെ കുറച്ച് താഴെ വന്നിട്ട് പിന്നെ ഇത് ആ ബോർഡറായിട്ടുള്ള മറ്റേ ഇത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രില്ല് പോലെ കെട്ടി വയ്ക്കത്തില്ലേ, മതിൽ പോലെ, അത് കാണിക്കുന്നുണ്ട് അവിടെ താഴെ. അങ്ങ് താഴെ കാണിക്കുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റും. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു കേട്ടോ. ഇതാണ് പിന്നെ ഇന്ത്യൻ പാകിസ്ഥാൻ്റെ ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇത്. പിന്നെ കണ്ണാണ്ട ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ ഇവിടെ കണ്ണാണ്ട ഇതാണ്ട ഈ ഒരു ഇത്. അതാണ് അവിടെ തന്നിട്ട് ബോർഡറിൻ്റെ ആ ഒരു ഇത്. ഓക്കെ കണ്ട, ഒരുവളയും ഫുൾ മലയും കാര്യങ്ങളും കണ്ട, അതാണ് ബോർഡറും കാര്യങ്ങളും. ഓക്കെ, ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. താഴെ അവിടെ വീട് പോലെ ചെറിയ ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആർമിക്കാരൊക്കെ അവിടെ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ആർമിക്കാർ ആ ഒരു പച്ച പോലെ കാണുന്നുണ്ടോ, അതെല്ലാം പാകിസ്ഥാനാണ്. കണ്ടോ, ഇത് ലാസ്റ്റ് വില്ലേജാണ് കേട്ടോ. ഇതുവരെയുള്ള റോഡും കാര്യങ്ങളുള്ളൂ. ഇതുവരെ വണ്ടി കാർ കിടക്കുന്നുണ്ടോ, അതുവരെ വണ്ടി വരും. ഫൈനലി ഇതാ ഇവിടെ കണ്ട, ഇതാണ് അതിൻ്റെ ആ ഒരു ബോർഡറും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളും ഇതാ ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താ ഫുള്ള് ഇതൊക്കെയാണ് ഡോങ് കാണുന്ന ആ സ്ഥലമാണ്. അത് ആ സ്ഥലം കണ്ട, അത് ആ ഒരു പച്ചപ്പ് ഇതാ കാണുന്നത് കറക്റ്റ്. അതാണ് വന്നിട്ട് പിന്നെ ആ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ പുതുതായിട്ട് ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇത് ഇവിടെ അതിൻ്റെ പേരാണ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് മുന്തലിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നാളെ നമ്മുടെ ഉബ്ലിംഗ പാസ് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതുവരെ വെച്ച് അതിൻ്റെ പേരാണ്. അപ്പോൾ എന്തായാലും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ഒന്ന് അടിച്ചൊക്കെ വന്നിട്ട് വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.